ഹലോ ഫ്രണ്ട്സ്, ജോബീസ് ട്രാവൽ വ്ളോഗ്സിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ആയിക്കൊണ്ട് വണ്ടിയെല്ലാം ഒതുക്കി വെള്ളിയാഴ്ച തൊട്ട് കിടക്കുന്നത്. അപ്പം ഇന്നലെ ചെറിയൊരു പാർക്കിലൊക്കെ പോയി. ഇന്ന് രാവിലെ ട്രെയിനിൽ കയറി കൊളോഗ്നെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പള്ളിയുണ്ട്. യൂറോപ്പിലെന്നല്ല, ലോകത്തിലെ ഏറ്റവും പൊക്കമുള്ള ഹൈറ്റുള്ള വലിപ്പമുള്ള പള്ളി. അത് കാണാൻ പോവാം. കൊളോഗ്നയിലാണ് സ്ഥലം. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് പള്ളി കാണാം. പള്ളിയുടെ മുഖവാരമൊക്കെയാണ് കാണുന്നത്. ഇതാണ് പള്ളി. ഈ പള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. 777 വർഷം പഴക്കമുണ്ട് ഇപ്പം ഈ പള്ളിക്ക്. 1248 ഇതിൻ്റെ പണി ആരംഭിച്ചതാണ്. 1880 ഇതിൻ്റെ പണി തീർന്നത്. അതായത് 632 വർഷം എടുത്തു ഇതിൻ്റെ പണി തീർക്കാൻ. 632 വർഷം പണിതുകൊണ്ടിരുന്നതല്ല, പല കാരണങ്ങളാൽ പണി ഇടയ്ക്ക് നിന്നു. യുദ്ധങ്ങളൊക്കെ ഉണ്ടായി ആ സമയത്ത്. അതുകൊണ്ട് കുറേ ഭാഗങ്ങൾ തകർത്തു, പിന്നെയും പണിതു. അങ്ങനെ 632 വർഷം കൊണ്ടാണ് ഇതിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്തത്. യൂറോപ്പിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിപ്പമുള്ള രണ്ടാമത്തെ കെട്ടിടമാണ്. നമ്മുടെ യുനെസ്കോ ഇത് നമ്മുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ഡെയിലി വന്ന് കണ്ടുപോകുന്ന സ്ഥലമാണ്. ഞാൻ പള്ളിക്കകത്ത് കയറിയപ്പോൾ അവിടെ വിശുദ്ധ കുർബാന നടക്കുന്ന സമയമാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ കുർബാന ഉണ്ടായിരുന്നു. കുറച്ച് സമയം ജർമ്മൻ ലാംഗ്വേജിലായതുകൊണ്ട് നമുക്ക് അത്ര മനസ്സിലാകില്ല. എന്തെങ്കിലും കുറച്ച് സമയം അവിടെ നിന്നു. പിന്നെ ബാക്കി എല്ലാവരെയും പോലെ കാഴ്ചകളൊക്കെ കണ്ട് പള്ളിക്കകത്തൂടെ നടന്നു. കുർബാന നടക്കുന്ന സ്ഥലത്തോട്ട് പോകത്തില്ല. അവിടുന്ന് എൻ്റെ ചുറ്റുവട്ടത്തിലെല്ലാം നടന്ന് കാഴ്ചകളൊക്കെ കാണാം. വീഡിയോസൊക്കെ എടുത്ത് ഇതിൻ്റെ രൂപകൽപ്പന എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറം. ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ഇതുമാത്രം രൂപങ്ങളെല്ലാം ഇതിനെ കൊത്തി. ഇതിൻ്റെ പണി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം. ആ സമയത്ത് ആ കാലഘട്ടത്തിൽ ഇത് ചെയ്തെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഊഹിക്കാവുന്നതിനപ്പുറം വളരെ പണികൾ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യത്തിലും പലവിധത്തിൽ. ഇതിൻ്റെ ഈ മുഖവാരത്തിലോട്ട് ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. അങ്ങ് മണ്ട വരെ നമുക്ക് നടന്നു കയറാം. 515 അടി നീളമുണ്ട്. 6 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കയറാം അതിന് മണ്ടയ്ക്ക്. ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ ഇത് ചെറിയ ബസ് ടൂറിസ്റ്റുകളെയും കൊണ്ട് പോകുന്നു. കൊളോഗ്നെ ടൗണിൻ്റെ നേരെ സെൻട്രലിലായിരുന്നു ഇതിൻ്റെ സ്ഥാനം. റീന നദിയുടെ തീരത്താണ്. അതിൻ്റെ തൊട്ടടുത്തൂടെയാണ് റീന നദി. ഞാൻ വന്നപ്പോൾ നല്ല കാറ്റും തണുപ്പും ഉണ്ടായിരുന്നു. നല്ല തണുപ്പായി. 12-11 ഡിഗ്രിയൊക്കെയുള്ള ടെമ്പറേച്ചർ ഉള്ളായിരുന്നു രാവിലെ. നല്ല കാറ്റ്, ടെമ്പറേച്ചറിലല്ല, നല്ല കാറ്റുണ്ടായിരുന്നു. കാറ്റ് കാരണം നല്ല തണുപ്പായിരുന്നു രാവിലെ. കളർ ഗ്ലാസ് വെച്ച് ഇതിൻ്റെ ഓരോ ചിത്രങ്ങളൊക്കെ വരച്ചിരിക്കുന്നത് കാണണം. എന്ത് രസമാണെന്നറിയോ. വെയിലടിച്ച് കഴിയുമ്പോൾ നല്ല രസമാണ് കാണാൻ. അവിടുന്ന് പുറത്തിറങ്ങി റീന നദിയുടെ തീരത്തുള്ള മറ്റേ പാലത്തിലുള്ള ലവ് ലോക്കുകളും ഇങ്ങനെ വിൽഹേം മൂന്നാമൻ രാജാവിൻ്റെ പ്രതിമയും എല്ലാം കണ്ട് അതിലെ അതിന് ചുറ്റുവട്ടം കുറേ നടന്ന് അവസാനം
ഒരു സ്ഥലത്ത് കയറി ശരവണ ഭവൻ കണ്ടുപിടിച്ച്. ശരവണ ഭവനിൽ കയറി ഒരു മസാല ദോശയും മേടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ച് കയറി. എന്നിട്ട് അന്നേരത്തേനും ട്രെയിൻ വന്നു. ടിക്കറ്റും എടുത്ത് പടയിൽ നിന്ന് കയറി തിരിച്ചു പോകുന്നു. എന്നാന്ന് വെച്ചാൽ തണുപ്പ് കാരണം അവിടെ നിൽക്കത്തില്ല. അത്ര സഹിക്കാൻ പറ്റുന്ന തണുപ്പല്ല, എന്നാലും ഇത്ര നാൾ തണുപ്പില്ലാഞ്ഞുകൊണ്ട് തണുപ്പായപ്പോഴത്തേനും ഒരു ബുദ്ധിമുട്ട്. അത് രാവിലെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും വേണം അൺലോഡ് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ നേരെ ട്രെയിനിൽ കയറി തിരിച്ച് ഇങ്ങനെ പോകുന്നു.